ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് വന്നിട്ട് നമ്മുടെ പാല് കാച്ചലിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം പാല് കാച്ചലിന് 2-3 ദിവസമായി ഉറങ്ങിയിട്ട് അതിൻ്റെ ഒക്കെ ഉറക്കക്ഷീണം മൊത്തം നല്ല രീതിക്ക് കാണാനുണ്ട്. അപ്പം ഇന്നലെ രാത്രി ഉറങ്ങിയത് വെച്ചാൽ ഒരു 2 മണിയൊക്കെ ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് തന്നെ എണീറ്റതിൻ്റെ ഒരു ക്ഷീണമാണ്. 4 മണിക്ക് എണീറ്റ് കുളിച്ചു. അപ്പം ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. എണീക്ക് തന്നെ മുന്നേ തന്നെ ഞാൻ ഒരുങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേഗം എണീറ്റു, ഫ്രഷായി. അതിന് ശേഷം നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എണീക്ക് തന്നെ മുന്നേ തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒന്നും സംസാരിക്കാതെ എടുക്കുന്നത്. കാരണം വെച്ചാൽ എണീറ്റാൽ നല്ല കച്ചറിയാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം 2 മണിക്കാണ് ഇറങ്ങിയത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ പോൺസിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ പോൺസിൻ്റെത്. സൺസ്ക്രീന് ഞാൻ ആദ്യം ഭയങ്കര ഒരു എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഉള്ളൊരു സൺസ്ക്രീനാണ്. അപ്പം കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ബ്ലെൻഡായി വേഗം പൊയ്ക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് നല്ല രീതിക്ക് കണ്ണാണല്ലേ, ഞാൻ ആകെപ്പാടെ ഒരു ലൈറ്റ് യൂസ് ചെയ്തുള്ളായിരുന്നു. അപ്പം എണീക്കണ്ട വിചാരിച്ചിട്ട് അപ്പം ചെറിയ രീതിക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ അത് ലാക്മേൻ്റെ 9 to 6 ആണ് ഞാൻ അപ്ലൈ ചെയ്തത് ഫൗണ്ടേഷനല്ല, ഒരു ക്രീം, ജസ്റ്റ് ഫേസ് ക്രീമായിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റർ പൗഡർ യൂസ് ചെയ്തിട്ട് ചെറിയ രീതിക്കേ ഉള്ളൂ. എന്നൊരു ചെറിയൊരു മേക്കപ്പാണ്. കുറച്ച് നേരത്തെ പരിപാടിയാണല്ലോ പാല് കാച്ചൽ എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ പങ്കെടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അതുമല്ല 19-ാം തീയതി നമ്മളെ വീട്ടിൽ കാണുമ്പോൾ മനസ്സിലാവും പണിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞില്ല. അപ്പം ഡേറ്റ് ഫിക്സ് ചെയ്താൽ പണിക്കാർ വരികയുണ്ട്, പണിയൊക്കെ തീർത്ത് തരും എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പം 19-ാം തീയതി പാല് കാച്ചി 21-ാം തീയതി പ്രോഗ്രാം ആക്കിയത്. അപ്പം ചെറിയൊരു പരിപാടിയായിരുന്നു 19-ാം തീയതി. അതിൽ കുറച്ച് ആൾക്കാർ മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐഷാഡോ ഒന്ന് ചെറിയ രീതിക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിക്കേ ഉള്ളൂ. ഏതോ ഒരു ഷെയ്ഡാണ്, ക്രീം ഗോൾഡൻ കളറോ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പിന്നെ എനിക്ക് ഹെയറൊന്നും നല്ല രീതിക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്ലൈക്ക് എണീറ്റ് കേട്ടോ. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവൻ ഉറങ്ങി വന്നപ്പോഴേക്ക് പിന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല. കുറച്ച് നേരം ഭയങ്കര കരച്ചിലായിരുന്നു, കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐഷാഡോ ചെയ്തതിന് ശേഷം ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ലിപ് ബാമും ലിപ്സ്റ്റിക്ക് മാക്കിൻ്റെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലിപ് ബാമും ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നല്ല ഷെയ്ഡാണ് കേട്ടെങ്കിൽ. പക്ഷേ എങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷെയ്ഡ് എനിക്ക് അധികം ഇഷ്ടമായില്ല. പിന്നെ ഈ ലിപ് ബാമും ഈ ലിപ്സ്റ്റിക്കും കൂടി നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിപ് ബാമും ലിപ്സ്റ്റിക്കും കൂടിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു നല്ലൊരു ഷെയ്ഡായിട്ട് വരുന്നുണ്ട് കേട്ടോ അന്നേരം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. ഐലൈനർ വെച്ചിട്ട് മുകളിൽ മാത്രം ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടും കമ്മലും വളയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തത് കേട്ടോ. അപ്ലൈക്ക് പിന്നെ ആയുവിനെ എണീപ്പിച്ചു, ഓനെ കുളിപ്പിച്ചു, എങ്ങനെയൊക്കെയോ കുളിപ്പിച്ചു. പിന്നെ ഇവിടുത്തെ അലക്കുകല്ലിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഓന് കുളിക്കാൻ പറ്റിയ രീതിക്കൊക്കെ ആണ് ഉണ്ടാക്കിയത്. അപ്പം അതിന്നൊക്കെ കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കൊണ്ടുപോയിരുന്നത്. പക്ഷേ എങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് രാവിലെ എണീറ്റതിൻ്റെ ഒരു ചീച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ തലയിലൊക്കെ വെള്ളം പാർന്ന് കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴേക്ക്
ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ ഒന്ന് സൈലൻ്റായി. ഞാൻ പിന്നെ മടിയിൽ വെച്ച് ഒന്ന് ഞാൻ തട്ടി കൊടുത്തപ്പോഴേക്ക് പിന്നെ ഉറങ്ങിപ്പോയി. ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞേരെയാണ് പിന്നെ ആയു എണീക്കുന്നത്. ഭയങ്കര ക്ഷീണമായിപ്പോയി അതിന്. പിന്നെ ഓനും നല്ലോണം ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് ഈ ഒരു വീട്ടിൽ കൂടെ പാല് കാച്ചലിന് 2-3 ദിവസം മുന്നേ നമ്മൾ ഭയങ്കര ഒരു ബിസി ഷെഡ്യൂൾ തന്നെയായിരുന്നു. നമുക്ക് സാധനങ്ങൾ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഓനും ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഉറങ്ങാനും കഴിയില്ല, ഭക്ഷണത്തിൻ്റെ കാര്യമായാലും. അപ്പം എന്തായാലും ഇന്നിപ്പം ഭയങ്കര കച്ചറ തന്നെയായിരുന്നു ഓന്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. എണീറ്റ് കഴിഞ്ഞേരൊക്കെ ശരിയായിട്ടോ, നല്ലോണം ഉറങ്ങി എണീറ്റേരെ. ഞാൻ പിന്നെ ബ്ലഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഷായിട്ട് ഞാൻ ലിപ് ബാം തന്നെയാണ് എടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കത്, ലിപ് ബാം ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഭയങ്കര ലിക്വിഡ് ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നത്, ഭയങ്കര ബ്ലെൻഡായി നല്ലൊരു ഹൈലൈറ്റിങ് തരുന്നുണ്ട് കേട്ടോ ബ്ലഷ്. ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ബ്ലഷ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഞാൻ വെറുതെ ഹൈലൈറ്റർ എടുത്ത് ചെറുതായിട്ട് പിന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിക്കേ ഉള്ളൂ ബ്ലഷ്. പക്ഷേ എനിക്ക് ബ്ലഷ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റെഡിഷായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം ബ്ലഷ് ഞാൻ കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വേഗം പോകും കേട്ടോ, ലിപ് ബാം ആയതുകൊണ്ട്. ഒരു ഓയിലി ഇതാണ്, ഭയങ്കര ഒരു തിളക്കമൊക്കെ ഉണ്ടാവും നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പൂജയിലേക്ക് കിടക്കുക. പൂജയിലേക്ക് കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരു തലേന്ന് നമ്മളെ നമ്പൂതിരി തലേന്ന് വന്നിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കും ഭയങ്കര യൂസ്ഫുള്ളായി. കാരണം വെച്ചാൽ ആ സമയത്ത് കുറേ സാധനങ്ങളിൽ നമുക്ക് ലിസ്റ്റിൽ തരാത്ത കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലിസ്റ്റിൽ 2 വിളക്കൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ 3 നിലവിളക്കിൻ്റെ ആവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. കാരണം നമുക്ക് പുലച്ചയ്ക്ക് പോയി ഓടിപ്പാഞ്ഞ് എടുത്തു കൊണ്ടുവരുന്നതിനെക്കാട്ടും എത്ര യൂസ്ഫുള്ളായിരുന്നു. ആ സമയത്ത് നമുക്ക് രാത്രി എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനും കാര്യങ്ങളും. നമ്മൾ നമ്മൾ വാങ്ങിച്ച ലിസ്റ്റിലുണ്ടായിരുന്ന കൊട്ടത്തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പൂജ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച കൊട്ടത്തേങ്ങ ഫുള്ള് അബദ്ധമായിരുന്നു കേട്ടോ, കേടായിരുന്നു. ആ സമയത്ത് നമ്മൾ എടുത്തു നോക്കിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ പുലച്ച സമയത്ത് ഒന്നും കിട്ടില്ല. ഭയങ്കര ഓട്ടം ഓടേണ്ടിയിരുന്നു. പിന്നെ ആ രാത്രി സമയത്തായതുകൊണ്ട് നൈറ്റ് വന്ന് ചെയ്തതിനോട് വലിയ സീനായില്ല. പിന്നെ അപ്പം തന്നെ ഒക്കെ ഒപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. രാവിലെ തന്നെ നമ്മൾ മലരും അവിലൊക്കെ നല്ലോണം ചേറി അതിൽ കാര്യങ്ങളൊക്കെ പൂക്കി നല്ല വൃത്തിയാക്കി വെച്ചു. പിന്നെ പൂവൊക്കെ ഉണ്ടായിരുന്നു, നന്നാക്കി. പിന്നെ നമ്മൾ ഒരുങ്ങിയൊക്കെ വന്നപ്പോഴേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, കുടുംബക്കാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോനെ ഉറക്കി വന്നപ്പോഴേക്ക്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് അങ്ങനെയൊന്നും കഴിയൂല, അങ്ങനെ പോകാനും കാര്യങ്ങളൊന്നും. മോൻ നല്ല കരച്ചിലായിരുന്നു. പിന്നെ വേഗം ഉറങ്ങിയതിനോട് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 പ്രാവശ്യം വിളക്ക് പിടിച്ച് വീട് പ്രദക്ഷിണം വെക്കണമായിരുന്നു. അത് നിലവിളക്കും കിണ്ടി, താലം, ഫ്രൂട്ട്സ്, പിന്നെ നെല്ല്, പച്ചക്കറികളും ഒക്കെ എല്ലാം എടുത്തിട്ടാണ് നമ്മൾ പ്രദക്ഷിണം വെക്കേണ്ടതിന്. പെണ്ണുങ്ങൾ മാത്രമാണ് പ്രദക്ഷിണം വെച്ചത്. അങ്ങനെ പ്രദക്ഷിണം 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അടുപ്പ് കാണിക്കാനാട്ടോ വിളക്ക് കൊണ്ടുവന്നത്. എല്ലാം വിളക്കും താലും കാര്യങ്ങളൊക്കെ അടുപ്പ് കാണിക്കാനാണ് നേരെ കൊണ്ടുപോയത്. അങ്ങനെ അതൊക്കെ കാണിച്ചു കഴിഞ്ഞ് നമ്മൾ ആ വിളക്ക് ഗണപതി ഹോമത്തിൻ്റെ അവിടെ പൂജ നടക്കുന്നിടത്ത് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് ഒരു തിരിയെടുത്തിട്ട് ആണ് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീയെടുക്കുന്നത് കേട്ടോ. അത് പൂജയും കാര്യങ്ങളും തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തതാണ്. അത് ഒരു 6:30ക്കും 7:45 ഉള്ളിലായിരുന്നു കേട്ടോ നമുക്ക് പാല് കാച്ചേണ്ട സമയം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടതായിരുന്നു. ആ ഒരു സമയം ആകുമ്പോഴേക്ക് പൂജയും ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിരുന്നു. തിരുമേനി പോവുകയും ചെയ്തു. പിന്നെ നമ്മൾ വിളക്കിന്ന് തിരിയെടുത്തിട്ട് നേരെ കത്തിക്കുകയായിരുന്നു. ആദ്യം വിചാരിച്ചു അടുപ്പ് അങ്ങനെ നല്ല രീതിക്ക് കത്തൂല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അടുപ്പ് കത്തിച്ചപ്പം വേഗം കത്തി. അടുപ്പിലേക്ക് നമ്മൾ കർപ്പൂരം നെയ്യൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്ലാവിൻ്റെ വിറകായതുകൊണ്ട് വേഗം കത്തുകയും ചെയ്തു. നല്ല രീതിക്ക് ചൂടാവുകയും ചെയ്തു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം
കത്തിക്കുന്നതായതുകൊണ്ട് മെല്ലെ മെല്ലെ കത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലെല്ലാം നല്ല രീതിക്ക് കത്തി. പിന്നെ അതേമാതിരി പാല് തിളച്ച് കഴിഞ്ഞത് കിഴക്കോട്ടേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെയായിരുന്നു നടന്നത്. പിന്നെ അതേമാതിരി തിരുമേനി പറയുകയും ചെയ്തു ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയായിരുന്നു. വിളക്കുണ്ടി തിരി അണഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാം നല്ല രീതിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു ദിവസം ഭയങ്കര തിരക്കിലായിപ്പോയി, കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ചായക്ക് ഇഡലിയും ചട്ടിണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഗണപതി ഹോമം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾക്ക് ചട്ടിണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു സമയത്താണല്ലോ. അപ്പം നമ്മൾ ചട്ടിണി പൂജ കഴിഞ്ഞതിന് ശേഷം ചട്ടിണി ഉണ്ടാക്കി. നമ്മൾ ഇഡ്ഡലി വരുത്തിച്ചായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയും ചട്ടിനിയൊക്കെ ആയിരുന്നു. ചായ കുടിച്ച് എല്ലാവരും പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് പിന്നെ പണിക്കാരും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി, ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10-16 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വരെ നമ്മുടെ വീട്ടിൽ നോൺ വെജ് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അന്ന് പണിക്കാരുണ്ട്, അതിനോട് നമ്മൾ വെജ് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ അപ്പൊ തീ നിറഞ്ഞ എല്ലാ ഭാഗത്തേക്കും ആദ്യം വിൽക്കുന്ന നോക്കി. ആ കേക്ക് വാങ്ങോ, കേക്ക് വാർത്ത ഞാൻ അരി തുള്ളിട് നാനും തുള്ളിട് ഇതാണ് അരി ഇടും. പ്രാർത്ഥിച്ചാളി.
അവിടെ മറ്റേ അപ്പോൾ പാലുകാച്ചലിന്റെ വീഡിയോയും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ഫംഗ്ഷന്റെ വീഡിയോ അടുത്ത് വരുന്നതാണ്. പിന്നെ അതേമാതിരി ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.